ഇതൊക്കെ ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളാണ്. ഇപ്പോൾ ഗ്രൗണ്ട് മുഴുവൻ വെള്ളത്തിലായല്ലോ അല്ലേ? ഒന്നാം നിലയും സ്കൂൾ ഒന്നാം നിലയും ഫുൾ മുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അധ്യാപകരോട് സംസാരിച്ചപ്പോൾ എന്ന് ഓപ്പൺ ആക്കും എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ മഴയുടെ സാന്നിധ്യം കൂടുവാണെങ്കിൽ വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു ഒന്നാം നില മുഴുവനായിട്ട് മുങ്ങിയല്ലേ? ഇവിടെ തോടായിരുന്നു അല്ലേ? അത് തോടായിരുന്നു. പിന്നെ ഇവിടെ ചുമ്മാ ചതുപ്പ് നില. ഇവിടെ ഇപ്പം മഴ പെയ്താൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് ഇങ്ങോട്ട് റോഡിലോട്ട് ചാടുന്ന. ഇപ്പം കൂട്ടുകാരെ കാണാത്ത വിഷമത്തിലാണോ അല്ലെ സ്കൂൾ തുറക്കാൻ പോകാത്തതിന്റെ സന്തോഷത്തിലാണോ? അല്ല, എന്റെ ഫ്രണ്ട്സിനെ കാണാത്ത കണ്ട. ആണോ? എന്തായാലും കുട്ടികളാണ് സംസാരിച്ചത്, സ്കൂളിലെ കുട്ടികളാണ്. അവരിപ്പോ മുങ്ങിയ അവസ്ഥയാണ്. നേരത്തെ പ്രജീഷ് ശശി അദ്ദേഹം ഇവിടുത്തെ SHO ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ നിലവിൽ ഉള്ള വെള്ളപ്പൊക്കത്തെ നേരിടുന്ന എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നലെ തന്നെ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ മുഴിയാർ ഡാം തുറന്നാൽ ആ വെള്ളം ഒഴുകി വരുന്നത് ഇവിടേക്കാണ്, ഇപ്പോൾ ഈ കോന്നി പ്രദേശത്തേക്കാണ്. അത് നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 2 മണിക്കൂറിനകം തന്നെ ഇപ്പോൾ 15 സെന്റിമീറ്ററാണ് ഉയർത്തിയെങ്കിൽ ആ വെള്ളം മുഴുവൻ ഒഴുകിയെത്തും. ചെറിയ രീതിയിൽ ഇവിടെ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് തയ്യാറെടുപ്പുകളാണ് പോലീസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ വെള്ളം ഉയരുകയാണെങ്കിൽ മത്സ്യബന്ധന ബോട്ടടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ റിസർവ് ഉണ്ട്. ആളുകളെ വേറെ പ്രധാനപ്പെട്ട കാര്യം, പത്തനംതിട്ടയിലെ ഡാമുകൾ തുറന്നാൽ അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുക ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് മേഖലകളിലേക്കാണ്. അവിടെയും ഒരു മുന്നൊരുക്കം ആവശ്യം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അപ്പർ കുട്ടനാട് മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നമുക്കറിയാം പത്തനംതിട്ട പെയ്ത വെള്ളം മുഴുവൻ അവിടേക്കാണ് ഒഴുകിപ്പോയത്. അത് സാവധാനം മാത്രമേ അവിടെ നിന്നും വെള്ളം ഒഴിഞ്ഞു പോവുകയുള്ളൂ. ഇന്ന് രാവിലെ പെയ്ത മഴയും ഒപ്പം തന്നെ ഇപ്പോൾ ഡാം തുറന്ന അതുമായി ബന്ധപ്പെട്ട വെള്ളവും ഒക്കെ ഒഴുകിപ്പോകുന്നത് അപ്പർ കുട്ടനാട് മേഖലയാണ്. ചെങ്ങന്നൂർ അടക്കമുള്ള അപ്പർ കുട്ടനാട് ഉള്ള മേഖലയിലാണ്. അവിടെ വലിയ രീതിയിൽ വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ഒരുപക്ഷെ ആ വെള്ളം ഉയർന്ന രീതിയിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇപ്പോൾ ഡാം തുറന്ന വെള്ളം കോന്നിയിലേക്ക് എത്തണം. കോന്നിയിൽ നിന്നും പിന്നീട് ആറന്മുള ഭാഗത്തൂടെയാണ് ഈ അപ്പർ കുട്ടനാട് മേഖലയിലേക്കൊക്കെ തന്നെ വെള്ളം പോകുക. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ടോട് കൂടിയായിരിക്കും ഇത്തരത്തിൽ അപ്പർ കുട്ടനാട് മേഖലയിലൊക്കെ ഒരു വെള്ളത്തിന് ഒരു ഉയർച്ച ഉണ്ടാവുക. അതുവേണ്ട മുൻകരുതലൊക്കെ തന്നെ അവിടെയും എടുത്തിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അജിംസ്.